ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു എട്ടിന്റെ പണിയാട്ടോ. ഇതെന്താണെന്നല്ലേ പറഞ്ഞു തരാം. എന്റെ ഈ കയ്യിലിരിക്കുന്ന ഇവനാണ് കേട്ടോ എനിക്ക് എട്ടിന്റെ പണി തന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡം ഡോക്കിന്റെ 10% നയാസിനമൈഡ് സെറം വാങ്ങിച്ചതാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം എനിക്ക് കിട്ടിയ പണി എന്താണെന്ന്. ഇത് കാണുമ്പോൾ നിങ്ങൾ കരുത് ഇത് ഡം ഡോക്കിന്റെ സെറം അല്ലേന്ന്. പക്ഷെ ഇത് ഡം ഡോക്കിന്റെ സെറം അല്ല. ഇതിനകത്ത് അതിന്റെ ലേബലും മാത്രമേ ഉള്ളൂ. അതിനകത്ത് വെറും പച്ചവെള്ളമാണ്, പൗഡർ കലക്കി ഒരു പച്ചവെള്ളം മാത്രമാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ഇതിന്റെ ലേബലും അതിനകത്ത് എഴുതിയേക്കുന്ന എല്ലാം നമ്മുടെ ഒറിജിനൽ ഡം ഡോക്കിന്റെ രീതിയിൽ തന്നെയാണ് ഇതെല്ലാം വെച്ചേക്കുന്നത്. ഞാൻ ഇത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ. ഞാൻ എന്ത് പ്രൊഡക്റ്റിനെ പറ്റി റിവ്യൂ കണ്ടാലും ഞാൻ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അതിന്റെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം നോക്കിയപ്പോഴെല്ലാം കറക്റ്റ് ഡം ഡോക്കിന്റെ 10% നയാസിനമൈഡ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അതിൽ കൊടുത്തേക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്ത് വാങ്ങിയത് തന്നെ. പക്ഷെ ഇവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ ഇത് കണ്ടില്ലേ, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ തുള്ളി തുള്ളിയായിട്ട് വീഴുകയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് ഡം ഡോക്ക് യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുന്നത് കണ്ടോ. നമ്മൾ നിൽക്കുമ്പോൾ വെള്ളം വീഴുന്ന പോലെ തന്നെ വീഴും. ജസ്റ്റ് ഒരു എന്തോ പൗഡറിന്റെ മണമുണ്ട്, എന്തോ ഒരു പൗഡറിന്റെ മണമുണ്ട്. പിന്നെ ഇതിന്റെ ബോട്ടിലിന്റെ കളർ കണ്ടില്ലേ, നമുക്ക് സാധാരണ ഡം ഡോക്കിന്റെ ബോട്ടിലിന്റെ കളർ പറഞ്ഞാൽ ഒരു ബ്ലൂ കളറാണ്. പക്ഷെ ഇതിന്റെ കളർ ബ്ലാക്ക് ആണ്. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു. ഞാൻ റിട്ടേൺ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് റിട്ടേണും ആയില്ലായിരുന്നു. അങ്ങനെ ഇതൊരു ഡൗട്ട് ആയതുകൊണ്ട് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാതെ കയ്യിലും കാലിലും ഒക്കെ ആയിട്ടാണ് അപ്ലൈ ചെയ്ത് നോക്കി. എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് കയ്യിലും കാലിലും ആയിട്ടാണ് അപ്ലൈ ചെയ്തത്. കയ്യിൽ ഇട്ട് ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കയ്യിലിടുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചൊരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. കണ്ടില്ലേ, ഞാനിത് തേച്ചിട്ട് കയ്യിൽ ജസ്റ്റ് വെള്ളം, ഒരു പൗഡർ കലക്കി ഒരു വെള്ളം കയ്യിൽ തേച്ച ഒരു ഫീല് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് മുന്നേ ഞാൻ ഡം ഡോക്കിന്റെ 2% ഒരു സെറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റുമായിരുന്നു ഇത് തമ്മിലുള്ളത്. എന്തായാലും ഇത് എനിക്ക് പണി കിട്ടുക തന്നെ ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും പർപ്പിളിൽ കയറിയിട്ട് ഡം ഡോക്കിന്റെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചു. ഇതാണ് ഒറിജിനൽ പ്രോഡക്റ്റ് കേട്ടോ. ഡം ഡോക്കിന്റെ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് അതിന്റെ തന്നെ ഒരു പാക്കിൽ തന്നെ ആയിരിക്കും വരുന്നത്. മറ്റേ ഞാൻ നേരത്തെ കാണിച്ച ബോട്ടിൽ തന്നെ വന്നിരുന്നത് ഒരു ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ ഒരു പൊതി പോലെ വന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇതാണ് ഒറിജിനൽ ഡം ഡോക്കിന്റെ 10% നയാസിനമൈഡ് സെറം. ഈ വാങ്ങിക്കുമ്പോൾ എല്ലാവരും എന്നെ പോലെ പറ്റിക്കപ്പെടാതെ ശ്രദ്ധിച്ച് തന്നെ വാങ്ങിക്കണം. ഇറക്കുമ്പോൾ ഇതേപോലെ ഒരു നീല ബോട്ടിലാണ് നമുക്ക് ഈ ഡം ഡോക്കിന്റെ സെറം കിട്ടുന്നത്. ഇതാണ് ആ പ്രോഡക്റ്റ്, ഡം ഡോക്കിന്റെ നയാസിനമൈഡ് 10% ഫേസ് സെറം വരുന്നത്. മറ്റേത് ഇതേപോലെ ലേബലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ബോട്ടിലിന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതോ മറ്റേതും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, ഇത് ഡം ഡോക്കിന്റെ പ്രോഡക്റ്റ് ആണ്. അത്രയ്ക്ക് ആ ഒരു രീതിയിലാണ് അവർ പാക്കിങ്ങും കാര്യങ്ങളും ചെയ്തേക്കുന്നത്. ഞാൻ അത് ഞെക്കി കാണിച്ചു തരാം. അതിനകത്തുനിന്നുണ്ട് ഇറ്റിറ്റ് വീഴുന്നത് തന്നെ ഭയങ്കര ഒരുപാട് പ്രസ് ചെയ്യുമ്പോഴാണ്. മറ്റേത് ഞാൻ കൂടെ തൊടുമ്പോഴേ തുള്ളി തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുമായിരുന്നു. ഈ ലിക്വിഡ് തൊടുമ്പോഴും നമുക്ക് മനസ്സിലാവും. കാരണം ഒരു കയ്യിൽ നമുക്കൊരു വഴവഴപ്പ് പോലെ ഫീൽ ചെയ്യും. അതെന്ന് വെച്ചാൽ ആ ലിക്വിഡിന്റെ ആ ഒരു എഫക്റ്റ് അത്രയുമാണ്. മറ്റേന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ എങ്ങനെ തൊടുന്നോ അത്രയും ഫീല് തന്നെയാണ് അതിനുള്ളത്. ഞാൻ ഇത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഞാൻ കയ്യിൽ ഒഴിച്ചപ്പോൾ തന്നെ കാണില്ലേ, അത് അത് ഒലിച്ചു പോവാതെ കൈ തന്നെ അവിടെ സ്റ്റിക്ക് ആയിട്ടിരിക്കുന്നത്. സ്പ്രെഡ് ചെയ്യുമ്പോഴും കണ്ട നല്ല ഒരു സോഫ്റ്റ്നെസ്സും നല്ല മണവും എല്ലാം ഉണ്ട് ഇതിന്. ഇതാ കണ്ടില്ലേ, ഇത് മറ്റേത് അപ്ലൈ ചെയ്തതും ഇത് അപ്ലൈ ചെയ്തതും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായില്ലേ. ഇത് കയ്യിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊരു നല്ലൊരു സ്മൂത്ത്നെസ് ഒക്കെ ആ ഭാഗത്ത് തൊടുമ്പോഴൊക്കെ നമുക്ക് ഫീലും ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലോ പോലെ ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ ആരെങ്കിലും ഡം ഡോക്കിന്റെ 10% നയാസിനമൈഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കി വാങ്ങിക്കണം. ഇതാണ് കറക്റ്റ് പ്രോഡക്റ്റ്. ഒരിക്കലും ഈ ബ്ലാക്ക് ബോട്ടിൽ കാണുന്നത് വാങ്ങിക്കരുത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മളിങ്ങനെ പർപ്പിളിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമുക്ക് കറക്റ്റ് പ്രോഡക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കണം കേട്ടോ. എൻ്റെ കൂട്ടി പണി വാങ്ങിക്കരുത്. ഞാൻ ഇത് 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ എനിക്ക് ചെറിയൊരു ഗ്ലോ പോലെ ഉണ്ട്, ഒരുപാടൊന്നുമില്ല, ചെറിയ ഗ്ലോ പോലെ ഉണ്ട്. അപ്പൊ ആർക്കും എന്നെ പോലെ പണി കിട്ടാതിരിക്കട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്ന ബൈ ബൈ.